പക്ഷെ ഒരു പെൺകുട്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് മൂലം അല്ലെങ്കിൽ ഇത് അല്ലാതെ ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കേണ്ടത് അമ്മയ്ക്ക് തന്നെയാണ്. എല്ലാവരും അമ്മയുടെ നെഞ്ചത്ത് കയറണം എന്താണെന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല. എന്ത് ദ്രോഹമാണ് ജനങ്ങളോട് അമ്മ എന്ന് പറയുന്ന സംഘടന. എന്നെ പോലെ സാധാരണ അല്ലെങ്കിൽ അൻസിബനെ പോലത്തെ സാധാരണക്കാരിയാണ്. നമുക്കൊക്കെ അവിടെ ഒരു പ്രിഫറൻസും സ്ഥാനവും തരുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പവർ കമ്മിറ്റി ഒന്നുമില്ല. അമ്മ ഭരണസമിതി അംഗമായ ടിനി ടോമിനെതിരെ ഗുരുതര ആരോപണമാണ് മുൻ ജോയിന്റ് സെക്രട്ടറി അൻസിബ ഉന്നയിച്ചിരിക്കുന്നത്. തന്നെ ജിഹാദി എന്ന് വിളിച്ച് ടിനി ടോം അധിക്ഷേപിച്ചു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അതേ മറ്റാരുമല്ല, നമ്മൾ നെഞ്ചിലേറ്റിയ മിമിക്രി ലോകത്ത് പകരം വെക്കാനില്ലാത്ത, അതായത് മിമിക്രി ലോകത്തിൽ തൻ്റെതായ ഇടം മിമിക്രി ലോകത്തിൽ കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ മാതിരി മിമിക്രി ചെയ്യുന്ന വേറൊരാളില്ല. അതായത് മിമിക്രി ലോകത്ത് തൻ്റെതായ ഒരു വ്യക്തിമുദ്ര കൊണ്ടുവന്ന ഒരു താരം തന്നെയാണ്. അത്തരത്തിൽ വലിയൊരു താരമായി മാറിയ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ടിനി ചേട്ടനെ കുറിച്ച് ഗുരുതര ആരോപണങ്ങൾ, അതേ അൻസിബ ശരിയായിരുന്നു എന്ന് പ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള ഗുരുതര ആരോപണങ്ങളാണ് വന്നിരിക്കുന്നത്. ഞെട്ടലുളവാക്കുന്ന, കേട്ടാൽ നടുക്കുന്ന ചില സംഭവങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. എന്താണ് സംഭവിച്ചത്? വളരെ വിശദമായി പരിശോധിക്കാം. അതേ ആരാധകർ നെഞ്ചിലേറ്റിയ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ടിനി ചേട്ടൻ ഇത്തരത്തിലൊരു കശ്മലനായിരുന്നു. എന്താണ് സംഭവിച്ചത്? വീഡിയോയിലേക്ക് പോകുന്നതിന് ആദ്യ വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഒന്ന് ഫോളോ ചെയ്ത് കാണുക. ഇൻസ്റ്റാഗ്രാമിൽ ജിനൂസ് ഒഫീഷ്യൽ എന്ന് പറയുന്ന പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അതുവഴി നിങ്ങൾക്ക് ഞാനുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ സാധിക്കും. മെസ്സേജുകളും കണ്ടന്റുകളൊക്കെ അയക്കാൻ സാധിക്കും. എന്താണ് സംഭവിച്ചത്? എന്തൊക്കെയാണ് ടിനി ചേട്ടനെ കുറിച്ച് പുറത്തു വരുന്നത്? ഓരോന്നായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. പക്ഷെ ഒരു പെൺകുട്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് മൂലം അല്ലെങ്കിൽ ഇത് അല്ലാതെ ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കേണ്ടത് അമ്മയ്ക്ക് തന്നെയാണ്. എല്ലാവരും അമ്മയുടെ നെഞ്ചത്ത് കയറണം എന്താണെന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല. എന്ത് ദ്രോഹമാണ് ജനങ്ങളോട് അമ്മ എന്ന് പറയുന്ന സംഘടന. എന്നെ പോലെ സാധാരണ അല്ലെങ്കിൽ അൻസിബനെ പോലത്തെ സാധാരണക്കാരിയാണ്. നമുക്കൊക്കെ അവിടെ ഒരു പ്രിഫറൻസും സ്ഥാനവും തരുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പവർ കമ്മിറ്റി ഒന്നുമില്ല. സാധാരണ ഒരു കുട്ടി ആണ് അന്വേഷിക്കുന്നതിനെ കുറിച്ച്. അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു സീനിയർ ആയിട്ടൊരു ആർട്ടിസ്റ്റിനെ ഏൽപ്പിക്കണ്ടേ? അൻസിബക്ക് എന്താണ് ഇതിന്ന് പിടിക്കാൻ സാധിക്കുന്നത്? അൻസിബ ആരും ബയസായിട്ട് നിൽക്കുന്ന ആളല്ല, നല്ലതായിട്ട് സംസാരിക്കുന്നല്ല. അത് മാത്രമല്ല, ആ കുട്ടിക്കുണ്ടായ ഒരു അനുഭവം, ആ കുട്ടി വന്നതും ഇതുപോലെ തന്നെ സിനിമയിൽ വന്നതാണ്. അപ്പൊ അതേ ഇതിൽ വേവ് ലെങ്ത്തിലുള്ള ഒരാൾക്കാണ് ഈ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. അതിന് വലിയ ബുദ്ധിയൊന്നും വേണ്ട ആവശ്യമില്ല. ഈ കൊച്ചി ഇവിടെ ഇരുന്ന് പറഞ്ഞല്ലോ, നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഇതാണ്. 2-3 മാസം കഴിഞ്ഞിട്ട് മാറ്റി പറഞ്ഞെന്തി? അതാണ് ഞാൻ പറയണത്. അതേ സാക്ഷാൽ ഒരു ത്രികാല ജ്ഞാനി. അതേ നമ്മുടെ ടിനി ചേട്ടൻ ഒരു ത്രികാല ജ്ഞാനിയായിരുന്നു. മാസങ്ങൾക്ക് മുമ്പ് തന്നെക്കുറിച്ച് തന്നെ ഒറ്റുകൊടുക്കുമെന്ന് ഒരുപക്ഷെ ജീസസ് ക്രൈസ്റ്റ് ചിന്തിച്ച പോലെ അൻസിബ, അല്ലെങ്കിൽ മറ്റേ കുട്ടിയാണ് പറഞ്ഞെങ്കിലും തൊട്ടടുത്തിരുന്ന അൻസിബ തന്നെ ഒറ്റുകൊടുക്കുമെന്ന് ടിനി ചേട്ടൻ തിരിച്ചറിഞ്ഞിരുന്നു. അത്തരത്തിലൊരു വെളിപ്പെടുത്തൽ ടിനി ചേട്ടൻ നടത്തുകയായിരുന്നു. അതേ ടിനി ചേട്ടന്റെ വാദഗതി തെറ്റിയില്ല. അൻസിബയെല്ലാം കണ്ടുപിടിക്കാൻ മിടിക്കുകയായിരുന്നു. അൻസിബ കണ്ടുപിടിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് കണ്ടുപിടിച്ചത്? അമ്മ ഭരണസമിതി അംഗമായ ടിനി ടോമിനെതിരെ ഗുരുതര ആരോപണമാണ് മുൻ ജോയിന്റ് സെക്രട്ടറി അൻസിബ ഉന്നയിച്ചിരിക്കുന്നത്. തന്നെ ജിഹാദി എന്ന് വിളിച്ച് ടിനി ടോം അധിക്ഷേപിച്ചു. ഞാൻ ഇസ്ലാമിലേക്ക് ടിനി ടോം എന്ന് പറഞ്ഞ ചേട്ടന്റെ ഡ്രൈവറെയും ഒരു പ്രൊഡക്ഷൻ കൺട്രോളറുടെ മകനെയും ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യാൻ ഞാൻ ട്രൈ ചെയ്തു എന്നാണ് പറഞ്ഞത്. അടുത്തത് ആരോപണം. പിന്നെ അവിഹിത കഥകളുടെ ഘോഷയാത്ര. അതോടൊപ്പം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ മറ്റൊരു വനിതാ അംഗം തനിക്കെതിരെ വ്യാജ പോലീസ് കേസ് കൊടുത്തെന്നും അൻസിബ ആരോപിക്കുന്നുണ്ട്. അതായത് ടിനി ചേട്ടൻ അൻസിബയെ നല്ല രീതിയിൽ ചേർത്ത് നിർത്തിയിരുന്ന ഒരു പഹയനായിരുന്നു. ചേർത്ത് നിർത്തുന്നതിനിടയിൽ ടിനി ചേട്ടന്റെ ചില സ്ഥിരം ടിപ്പിക്കൽ കളികൾ എന്തായിരുന്നു? അത് പൂർത്തിയാക്കാൻ പറ്റിയില്ല. ഇപ്പൊ മൂന്നാമത്തെ ഞാൻ ഒരു പവർ കമ്മിറ്റിയുടെ ഒന്നിന്റെ ഭാഗമല്ല. ഒരു വനിത അമരത്തേക്ക് വരുന്നത്, വനിതകൾ വരട്ടെ, വരട്ടെ, ഞങ്ങൾ ഉണ്ടാവൂടെ. നമ്മളൊക്കെ ഇതിന്റെ വോളണ്ടിയേഴ്സാണ്. പിന്നിൽ നിന്ന് വർക്ക് ചെയ്യുന്നു, സ്റ്റേജിന്റെ പുറകിൽ നിന്ന് വർക്ക് ചെയ്യുന്നു. അതെ, വനിതകൾ മുന്നോട്ട് വരട്ടെ, വനിതകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം. പക്ഷെ നമ്മൾ സ്റ്റേജിന്റെ പിന്നിൽ നിന്ന് പണിയും. നമ്മൾ പണിഞ്ഞിരിക്കുന്നു. അത്തരത്തിലൊരു പണി അൻസിബയ്ക്ക് കൊടുത്തിരിക്കുന്നു. ഇത് മാത്രമല്ല, ഇതിലും വലിയ നടുക്കുന്ന വെളിപ്പെടുത്തലുമായി ടിനിച്ചേട്ടന്റെ അയൽവാസിയായ ആ ഒരു പഹയനെത്തിയിരിക്കുകയാണ് ശബരീഷ്. ചില ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ. ടിനിച്ചേട്ടൻ എന്ന് പറയുന്ന ഈ ഒരു താരം ഒന്നുമല്ല താരത്തെ ഇതിൽ കൂടുതലായി നമ്മൾ അറിയേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ അയൽവാസി പറയുന്നത്. വരട്ടെ. നിന്നെ ഞാൻ കാണിച്ചു തരാം, നിന്നെ ഞാൻ അങ്ങനെ ചെയ്യും. ഞാൻ പറയുന്നത് നീ ചെയ്ത് കാണിക്കണമെന്ന് പറഞ്ഞു. നെക്സ്റ്റ് ഡേ 2 പോലീസുകാരെ വിട്ടേക്കണം.
ഒന്നാലോചിച്ച് നോക്കുക, നമ്മളൊക്കെ കരുതിയതിനേക്കാൾ മുകളിൽ ഒരു അണ്ടർവേൾഡ് ഡോൺ ആകാനുള്ള, ഒരുപക്ഷെ അണ്ടർവേൾഡ് ഡോൺ ആയിക്കഴിഞ്ഞ ഒരു പ്രമുഖ താരം തന്നെയാണ് ടിനിച്ചേട്ടൻ മനസ്സിലാക്കുന്നു. ടിനിച്ചേട്ടനെ കൊണ്ട് കഴിയാത്തതൊന്നുമില്ല. തൊട്ട് പിറ്റേന്ന് തന്നെ, അതായത് ഓനോട് വഴക്കൂടി തൊട്ട് പിറ്റേന്ന് ടിനിച്ചേട്ടൻ്റെ പോലീസ് ഓനെ പിടിക്കാൻ വേണ്ടി ഓൻ്റെ വീട്ടിൽ കയറുകയാണ്. ടിനിച്ചേട്ടൻ്റെ ആ ഒരു സ്വാധീനം ചെറുതല്ല. അത്തരത്തിൽ ഒരു വലിയ മഹാമേരുവായി ടിനിച്ചേട്ടൻ വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ഈ ടിനിടോമാണോ ഇത് വിളിച്ചു പറയുന്നത്, അതോ മകനാണോ ഈ വീടിന്റെ അമ്മയെടുക്കൽ ഇങ്ങനെ പറയുന്നത്? അല്ല, അമ്മയോട് പറഞ്ഞത് ആരാണ്? ഞാൻ ആ വോയിസ് കേൾപ്പിച്ചുതരാം. അമ്മയോട് പറഞ്ഞതിന് ശേഷം ഞാൻ അവനെ ഫോൺ വിളിച്ചതല്ല, അവൻ എനിക്ക് വോയിസ് ആയിട്ട് ഇട്ടത്. എന്റെ വണ്ടി കല്ലെറിയാൻ പോയി, മനസ്സിലായ? വണ്ടിയിലോട്ട് കല്ലെറിയാൻ പോയപ്പോഴാണ് ഞാൻ പറഞ്ഞത്, മനസ്സിലായ? കല്ലെറിഞ്ഞിരുന്നെങ്കിൽ അത് റിയൽ മാസ് എന്ന് പറയുന്ന ടിനിച്ചേട്ടൻ തന്നെയായിരുന്നു. കല്ലെറിഞ്ഞിരുന്നെങ്കിൽ ഉണ്ടാവുന്ന സ്ഥിതി ഒരുപക്ഷെ എമ്പുരാനിൽ പോലും കാണാത്ത രീതിയിലുള്ള ഒരു മാസ് ഹീറോയാണ് ജീവിതത്തിൽ നിന്ന് ടിനിച്ചേട്ടൻ ഇതിനോടകം തന്നെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ഇവൻ കമ്പനിപ്പടി വന്ന് താമസിക്കുന്നവനാ. കമ്പനിപ്പടിക്കാർക്കേ ഇവന്റെ ശരി, ഇവൻ വലിയ ആനയുടെ കൂടെയാണ്. ഇവന്റെ പെറ്റ തള്ള താമസിക്കുന്ന ദേശായി ഹോംസിലാ. തിരിഞ്ഞു പോലും അവൻ നോക്കാറില്ല. ഇതൊക്കെ ഞാൻ കഴിഞ്ഞോടെ ചോദ്യം ചെയ്താണ്. അവന്റെ അമ്മന്റെ വീട്ടിൽ വന്ന് എന്തിനാ ശബരീഷ് അങ്ങനെയൊക്കെ പറഞ്ഞേ? ഉള്ള കാര്യമല്ലേ പറഞ്ഞേ? ഞാൻ നുണയൊന്നും പറഞ്ഞിരുന്നല്ലോ. മണിമാളികയും കാറും മസ്താങ്ങും മറച്ചതാങ്ങും എല്ലാം ഉണ്ട് അല്ലെ? നമ്മളൊക്കെ വലുതാകുമ്പോൾ, നമ്മളൊക്കെ സെലിബ്രിറ്റി അല്ലെങ്കിൽ നമ്മളൊക്കെ നമ്മളിൽ പൈസ കൂടുമ്പോൾ നമ്മുടെ പാരന്റ്സിനെ നമ്മൾ അതേപോലെ പരിപോഷിപ്പിക്കാൻ നോക്കണേ. എന്നിട്ട് ഇവൻ മാത്രം എന്താ ഇവന്റെ അമ്മയെ വേറെ വീട്ടിൽ താമസിപ്പിച്ചേക്കണേ? അത് ഏറെ ഞെട്ടലുളവാക്കുന്ന, അതായത് അമ്മയെയും ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് നമ്മൾ ധരിച്ചിരുന്ന ടിനിച്ചേട്ടൻ യഥാർത്ഥത്തിൽ സ്നേഹിച്ചത് തൻ്റെ പെറ്റമ്മയായിരുന്നില്ല. ഓൻ സ്നേഹിച്ചത് ഓൻ്റെ അമ്മയായ AMMA എന്ന് പറയുന്ന അമ്മ എന്ന സംഘടനയായിരുന്നു. ഞാൻ മത്സരിക്കുന്നുണ്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക്. പൊതുവെ എന്തെങ്കിലും പാനലിലേക്ക് ഒരു ഔദ്യോഗിക പാനലൊന്നുമില്ല. ഇല്ല. ഓരോരുത്തരും ഒറ്റയ്ക്ക് മത്സരിക്കുക. ഇതായിരിക്കും ശരിക്കും സുതാര്യമായിട്ടുള്ള നടപടി. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഒരുപാട് പ്രത്യേകതകളൊക്കെ ഉണ്ട്. സുതാര്യത ഒരിക്കലും കുഴപ്പമുണ്ടായിരുന്നില്ല. സുതാര്യത ഇല്ലായിരുന്നെന്ന് ആരാ പറഞ്ഞത്? പിന്നെ ഞാൻ ഇപ്പോൾ 2ാമത്തെ ടേം കഴിഞ്ഞു, 3ാമത്തെ ടേം പൂർത്തിയാക്കാൻ പറ്റിയില്ല. ഇപ്പോൾ 3ാമത്തെ ടേം ഞാൻ ഒരു പവർ കമ്മിറ്റിയുടെ ഒന്നിൻ്റെ ഭാഗമല്ല. അതായത് പല സന്ദർഭങ്ങളിലും ആഘോഷവേളകളിലൊക്കെ ഫോട്ടോ എടുക്കാനൊക്കെ അമ്മ ടിനിച്ചേട്ടൻ്റെ വീട്ടിൽ കാണാറുണ്ട്. അല്ലാത്ത സമയം അമ്മ വീടിന് പുറത്താണ്. മറ്റൊരു വീട്ടിൽ, ദേശായി ഹോം എന്ന് പറയുന്നത് എന്താണിത്, വൃദ്ധസദനോ മറ്റാണെന്നാണ് മനസ്സിലാക്കുന്നത്. എനിവേ, ദേശായി ഹോം എന്ന് പറയുന്ന വൃദ്ധസദനത്തിൽ തൻ്റെ അമ്മയെ കൊണ്ടാക്കി എന്നാണ് പറയപ്പെടുന്നത്. ഏറെ ദുഃഖകരമായ ഒരവസ്ഥ. ഇതുപോലെ ഒരു ടിനിച്ചേട്ടനെയാണോ നമ്മൾ നെഞ്ചിലേറ്റിയത്? എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ കാണുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് അറിയപ്പെടുന്നത്. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. Bye.